Hello guys, welcome back to my Sachin Vlogs. അപ്പോൾ ഗായ്സ് കുറേ നാളുകൾക്ക് ശേഷം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മളിപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇടാൻ തുടങ്ങി. കണ്ണിന് കിട്ടുന്ന അനുസരിച്ച് തന്നെ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളിപ്പോൾ തരുന്ന സപ്പോർട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുക. വ്യൂസും ലൈക്സും കമൻസും അതെല്ലാം കൂട്ടിത്തരുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇപ്പോഴത്തെ എൻ്റെ സമയം ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിന്ന് സമയം ശരിയാക്കാനായിട്ടൊരു സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ ചേച്ചിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പം ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാ വട്ടവും പറയുന്നതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ ഒരു വലിയ ഫാമിലി ആക്കി തരണം. അപ്പോൾ അത്രയൊക്കെ പറയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇനി അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ ഇതാണ് സാധനം. ഐക്കോൺ w55 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഐക്കോൺ തന്നെ നല്ലൊരു വാച്ചാണ്. ഈ നമ്മുടെ പാക്കായിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് കാണുന്നത്. സൈഡിൽ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ ഇതും ബാക്കിലും അതേപോലെ തന്നെ ഫീച്ചേഴ്സും കുറച്ച് കാര്യങ്ങളും. അപ്പം അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം നമുക്ക് ഇനി നേരെ ഒന്ന് അൺബോക്സ് ചെയ്ത് ബാക്കിയെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നമ്മളിനിപ്പോൾ ഇത് തുറക്കാൻ പോവാണ്. തുടക്കം ബാക്ക് കൂടെ വെച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോൾ ഒരു ഐക്കോൺ ആ വാച്ചിൻ്റെ ഗൈഡാണ് വരുന്നത്. അപ്പം ഗൈഡ് നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം. എന്നിട്ടാണ് നമ്മൾ വാച്ച് എടുക്കുന്നത്. വാച്ച് ഇങ്ങനെ ഈ ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഗൈഡ് ഇവിടെ വെച്ചു. പിന്നെ നമ്മൾ ചാർജർ, ഞാനിപ്പം അമ്മ വീട്ടിലാണ്, ചാർജർ അവിടെ വെച്ച് മറന്നുപോയി. അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചാർജറും ഉണ്ട്. നമ്മൾ വാച്ച് എടുത്തു. നമ്മൾ വാച്ച് ഓൺ ആക്കുന്നു. ഇതിൻ്റെ അകത്ത് പിന്നെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ഗൈസ്, നമുക്ക് ഈ വാച്ച് ഒന്ന് സ്വിച്ച് ഓൺ ആക്കാം. സ്വിച്ച് ഓഫ് ആയിരുന്നു. ഓക്കെ, സ്വിച്ച് ഓൺ ആക്കാം. ഓക്കെ, സ്വിച്ച് ഓൺ ആകും. എന്താണ് ഫസ്റ്റ് എൻ്റെ ഒരു എല്ലാ വാച്ചിലും കാണുന്നുണ്ട് തന്നെ മെയിൻ ഒരു വാൾപേപ്പർ ഇല്ലേ, അതാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി ഇതിൻ്റെ ആപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ആപ്പിലോട്ട് കണക്ട് ചെയ്തിട്ട് ഇത് ചെയ്യാം. ഇപ്പോൾ ഞാൻ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് ആ കണക്ട് ചെയ്യുന്നതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് സ്മാർട്ട് ടൈം പ്രോ എന്ന് പറയുന്നൊരു ഇതടിക്കുക. സ്മാർട്ട് ടൈം പ്രോ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞ് ഹലോ അതൊക്കെ ചെയ്ത് കൊടുക്കുക. ഡേറ്റ സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് കാണുന്ന AC പെസിഫിക് കൊടുക്കുക. പിന്നെ ലോഗിൻ എന്ന് വെച്ചാണ് അത് ഗൂഗിൾ, ഫേസ്ബുക്ക്, അതെന്താണെന്ന് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് പ്ലീസ് ഉള്ള സ്മാർട്ട് ടൈം പ്രോ ടു റീഡ് നോട്ടിഫിക്കേഷൻ അങ്ങനത്തെ കുറച്ച് ഇതാണ് ചോദിക്കുന്നത്. കൺഫേം അടിച്ചിടുക. അപ്പോൾ കാര്യം നമ്മൾ അതൊക്കെ ചെയ്തു. ഇനി നേരെ ഡിവൈസ് ഇതിലോട്ട് അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് വാച്ചിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനിലോട്ടും എൻ്റെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ കഴിച്ച് നമ്മൾ ഇതിൻ്റെ വാച്ച് ഫേസിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ തന്നെ 4ൽ കൂടുതൽ വാച്ച് ഫേസ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അതിനകത്ത് ആപ്പിൽ കുറേ വാച്ച് ഫേസ് കിടപ്പുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളെ ആപ്പിലും വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ, അപ്പോൾ ഗൈസ്, പിന്നെ നമ്മളതിനകത്ത് ബ്ലൂടൂത്ത് വേർഷൻ നോക്കുവാണ്. ബ്ലൂടൂത്തിൻ്റെ 5.0 വേർഷനാണ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറഞ്ഞാൽ 1.69 ഇഞ്ചസ്, 200 mAh ബാറ്ററി. പിന്നെ എൻ്റെ സ്ട്രാപ്പ് എന്നൊക്കെ പറയുമ്പം സിൽക്കോൺ ആ ഒരു ഇതാണ്. അപ്പം അത്രയൊക്കെയാണ് എൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 2000 ആ റേഞ്ച് വരും. അപ്പോൾ ആ ഒരു 2000 രൂപയ്ക്ക് അത്യാവശ്യം മുതലാവുന്ന സാധനമാണ്. അപ്പം അത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പറഞ്ഞോട്ട് എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സാണ്. എല്ലാ സ്മാർട്ട് വാച്ചിലെ കൂട്ട് തന്നെ ഉണ്ട്. പിന്നെ വാച്ച് ഫീച്ചേഴ്സും കുറേ ഉണ്ട്. ബാറ്ററി ബാക്കപ്പ് 200 mAh ആണ്. അതൊക്കെയാണ് അതിനകത്ത് മെയിൻ വരുന്നത്. അപ്പോൾ ഗൈസ്, പിന്നെ നമ്മുടെ ഈ വാച്ചിൻ്റെ ആപ്സ് എന്ന് പറയുമ്പം ഒരു 10-15 എണ്ണം ഉണ്ട്. ഓക്കെ, 10-15 ആ ഒരു ഫീച്ചേഴ്സിൻ്റെ ഇതുണ്ട്. സ്പോർട്സിൻ്റെ ഇതൊക്കെയാണ്. ഹാർട്ട് റേറ്റ്, കോള്, മ്യൂസിക്, QR കോഡ്, സെറ്റിങ്സ്, അതൊക്കെയാണ് അതിനകത്ത് പിന്നെ വരുന്നത്. സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടൊക്കെ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു 2000 റേഞ്ച് വരുന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ക്വാളിറ്റീസും ഫീച്ചേഴ്സും ഒക്കെ. അപ്പം നമുക്ക് നേരെ ഔട്ടറിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഒരു 2000 ആ റേഞ്ചിൽ വരുന്ന ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഒരു റിവ്യൂ ആൻഡ് അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുമ്പോൾ പറയുന്നിട്ട് എല്ലാവരും ചെയ്യുക.
പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ 298 സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നു ഇപ്പം 315-16 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ അതിനൊരു ബിഗ് താങ്ക് യു. അപ്പോൾ ആ ഒരു ഇതൊക്കെയാണ് വരുന്നത്. ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതെല്ലാം ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതേപോലെ തന്നെ കണ്ടൻറ്റ് കിട്ടുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും പരമാവധി യൂസ്ഫുൾ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.